Whatever that thing is, it's hunting us. And it won't stop. ലോകത്തിലെ ഏറ്റവും കഠിനമായ ഒരു മിലിറ്ററി ട്രെയിനിംഗ് പൂർത്തിയാക്കാൻ വെറും 24 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ആ കാടിനുള്ളിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്നത് മനുഷ്യരെ അല്ലാത്ത ഒരു ശത്രുവിനെയാണെങ്കിലോ? പാട്രിക് ഹ്യൂസ് സംവിധാനം ചെയ്ത് ആലൻ റിച്ച്സൺ പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ സൈഫൈ ആക്ഷൻ പടമാണ് വാർ മെഷീൻ. വെറുമൊരു ആർമി സർവൈവൽ സിനിമ എന്ന് കരുതി കാണാനിരിക്കുന്ന നമ്മളെ പടം പെട്ടെന്ന് കൊണ്ടുപോകുന്നത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു ഏലിയൻ ത്രെട്ടിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച കുറച്ച് ആർമി റേഞ്ചേഴ്സ് അവർക്ക് യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരു ഭീകര ജീവിയോട് പോരാടുന്നതാണ് ഈ സിനിമയുടെ പ്രമേയം. സത്യം പറഞ്ഞാൽ പടത്തിൻ്റെ തുടക്കം തരുന്ന ആ ഒരു അഡ്രിനാലിൻ റഷ് വളരെ വലുതാണ്. ഇതിലെ ആക്ഷൻ കൊറിയോഗ്രാഫിയും വിഷ്വൽ എഫക്ട്സും ശരിക്കും ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ശത്രു എവിടെ നിന്നാണ് വരുന്നത് എന്നറിയാതെയുള്ള ആ ഒരു ഒളിച്ചുകളിയും വെടിവെപ്പും നമ്മളെ സീറ്റിൻ്റെ അറ്റത്ത് പിടിച്ചിരുത്തും. അഭിനയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ സ്വന്തം റീച്ചർ ഫെയിം ആലൻ റിച്ച്സൺ അദ്ദേഹത്തിൻ്റെ റോൾ വളരെ എനർജറ്റിക് ആക്കിയിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു ഫിസിക്കൽ പ്രസൻസും ആക്ഷൻ സീക്വൻസുകളിലെ വേഗതയും എടുത്തു പറയേണ്ട ഒന്നാണ്. ബാക്കി വരുന്ന സഹതാരങ്ങളും ആ ഒരു മിലിറ്ററി സെറ്റപ്പിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയ ഏറ്റവും വലിയ പോരായ്മ പടത്തിൻ്റെ വിഷ്വൽസിനും ആക്ഷനും കൊടുത്ത പ്രാധാന്യം ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ കൊടുത്തിട്ടില്ല എന്നാണ്. ഒരുപാട് ക്ലീഷേ ഡയലോഗുകളും കണ്ടുമടുത്ത ചില സൈഫൈ ട്രോപ്പുകളും സിനിമയുടെ വേഗതയെ ഇടയ്ക്ക് വല്ലാതെ ബാധിക്കുന്നുണ്ട്. വെടിയൊച്ചകളും ബഹളങ്ങളും ഒഴിച്ചു നിർത്തിയാൽ വലിയൊരു ഇമോഷണൽ കണക്ഷനൊന്നും ഇതിലെ കഥാപാത്രങ്ങളോട് നമുക്ക് തോന്നില്ല. ഈ സിനിമ ആർക്കൊക്കെ കാണാമെന്ന് ചോദിച്ചാൽ ലോജിക്കൊന്നും അധികം ചിന്തിക്കാതെ കുറച്ചുനേരം വെടിവെപ്പും തല്ലും കിടിലൻ ആക്ഷനുമൊക്കെ കണ്ട് സമയം കളയാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായി ഈ പടം കാണാം. ഇതൊരു പക്കാ പോപ്കോൺ എൻ്റർടൈനർ മാത്രമാണ്. സോ വാർ മെഷീന് എൻ്റെ റേറ്റിംഗ് ഒരു ആവറേജ് 3 ഔട്ട് ഓഫ് 5 ആണ്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഇതിലെ ആ ഏലിയൻ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതോ ഒരു കോപ്പിയടിയായി തോന്നിയോ എന്ന് താഴെ കമൻറ്റ് ചെയ്യൂ.